ശ്രീലങ്കൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുടെ ഇടതു സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ 225 പാർലമെന്റിൽ 123 സീറ്റുകൾ നേടിയാണ് NPP ചരിത്ര നേട്ടം കുറിച്ചത്. 2022 ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുണ്ടായ അധികാരമാറ്റങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലാണ് നിലവിൽ പ്രസിഡന്റും മാർക്സിസ്റ്റ് നേതാവുമായ അനുരാഗ് കുമാര ദിസ്നായികെ നേതൃത്വം നൽകിയ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം വൻ വിജയം നേടിയത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായികെ നയിക്കുന്ന നാഷണൽ പീപ്പിൾസ് പവർ ഭൂരിപക്ഷം നേടുമെന്ന പ്രാഥമിക ഫലസൂചനകൾ അച്ചട്ടായി മാറിയിരിക്കുകയാണ്. 225 പാർലമെന്റിൽ 113 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. NPP 123 സീറ്റുകൾ നേടിക്കഴിഞ്ഞു. 63% വോട്ടുകളുമായാണ് NPP ലീഡ് നിലനിർത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ശ്രീലങ്കയെ സംബന്ധിച്ച് നിർണായക വഴിത്തിരിവാണെന്ന് ദിസ്നായികെ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ സമാഗി ജൻ ബലവേഗ പാർട്ടി നേടിയത് 18% വോട്ടുകളാണ്. അഴിമതിക്കെതിരെ പോരാടുമെന്നും ദ്വീപിന്റെ മോശമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നുമുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് അനുരാഗ് കുമാര ദിസ്നായികെ സെപ്റ്റംബറിൽ അധികാരമേറ്റത്. മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയുടെ പിന്തുണയുള്ള ന്യൂ ഡെമോക്രാറ്റിക് ഫ്രണ്ട് 2 സീറ്റുകളാണ് നേടിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദിസ്നായികയോട് തോറ്റ റെനിൽ വിക്രമസിംഗയും രാജപക്ഷെ സഹോദരങ്ങളും ഇക്കുറി മത്സരിച്ചില്ല. 1997 ശേഷം ആദ്യമായാണ് വിക്രമസിംഗെ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 22 നിയോജക മണ്ഡലങ്ങളിലായി 690 രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര ഗ്രൂപ്പുകളുമാണ് മത്സരിച്ചത്. പാർലമെന്റിലെ 225 സീറ്റുകളിൽ 196 MPമാർ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും. ബാക്കിയുള്ളവരെ ആനുപാതിക പ്രാതിനിധ്യ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്യുകയാണ് രീതി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.